മലപ്പുറം ആലത്തിയൂരിൽ ആക്രിക്കടയിൽ തീപിടുത്തം. തിരൂർ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, ഇപ്പോഴും തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ടോ? ദിവ്യ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും മലപ്പുറം ആലത്തിയൂരിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ആക്രിക്കടയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പ്രധാനമായി ഈ തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നുള്ളത് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരത്തൂർ സ്വദേശിയായ കെബീറിന്റെ ആക്രിക്കടക്കാണ് ഇപ്പോൾ തീ പിടിച്ചത്. തീപിടുത്തത്തിൽ പൂർണ്ണമായി കട കത്തി നശിച്ചിട്ടുണ്ട്. പ്രധാനമായി ഈ കാർബോർഡുകളും അതോടൊപ്പം തന്നെ ചിരട്ടകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ 5000 കിലോളം ചിരട്ടകൾ ഉണ്ടായിരുന്നു. വലിയ 2000 കിലോളം കാർബോർഡുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തീ അണക്കാൻ ഒരുപാട് സമയമെടുത്തത് എന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോഴും വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സമീപവാസികൾ ഈ തീപിടുത്തം ഉണ്ടായത് ഉടൻ തന്നെ തീയണക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് തിരൂരിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. ഏതായാലും 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന മറ്റു വിവരം ഈ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നാണ് കരുതുന്നത്. മലപ്പുറം ആലത്തിയൂരിലാണ് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ട് പക്ഷേ വലിയ രീതിയിലുള്ള പുകയാണ് അവിടെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്.